ഡോക്ടർ, കരളിലെ ക്യാൻസർ എത്ര തരമുണ്ട്? അതുപോലെ തന്നെ ഈ കരളിൽ ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? കരളിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മളുടെ ഇൻഡസ്ട്രിയിലോ വൻകുടലിലെയോ പാൻക്രിയാസിലെയോ മറ്റ് ഓർഗനുകളിൽ നിന്നും സ്പ്രെഡ് ആയിട്ട് വന്ന മെറ്റസ്റ്റാറ്റിക് ട്യൂമേഴ്സ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. കരളിലെ പ്രൈമറി ക്യാൻസറുകൾ എന്ന് പറയുന്നത് ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസറും പിത്തനാളിയിൽ നിന്ന് വരുന്ന കൊളാഞ്ചിയോ കാർസിനോമയാണ്. അതിലെ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയാണ് പ്രൈമറി ലിവർ ക്യാൻസർ, അതായത് കരളിനകത്ത് ഉത്ഭവപ്പെടുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. പലപ്പോഴും 90% പ്രൈമറി ക്യാൻസർ, അതായത് ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസറും കാണപ്പെടുന്നത് സിറോസിസ് ഉള്ള രോഗികളിലാണ്. പലപ്പോഴും സിറോസിസ് ഇല്ലാത്തവരിലാണ് പലപ്പോഴും മെറ്റാസ്റ്റാറ്റിക് അല്ലെ സ്പ്രെഡായ ക്യാൻസറുകൾ കൂടുതലായിട്ട് കാണുന്നത്. ഫാറ്റി ലിവർ ചേഞ്ചുകളിൽ നിന്ന് നേരത്തെ ചോദിച്ചതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന്, ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സിറോസിസ് ആണ്. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും അധികം കൂടി വരുന്നത് ഡയബറ്റീസ് കൂടുന്നു, അതുകൊണ്ടുള്ള ഫാറ്റി ലിവർ കൂടുന്നു. ഫാറ്റി ലിവർ വഴി ഫൈബ്രോസിസ് ആയി, സിറോസിസ് ആയി, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിൽ നിന്ന് ഉത്ഭവപ്പെടുന്ന സിറോസിസിൽ ഉണ്ടാകുന്ന ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ ആയിരിക്കും ഇനിയുള്ള കാലം ഏറ്റവും അധികം ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടർ. അതുകൂടാതെ പിത്തനാളിയിലെ ക്യാൻസറുകളും സിറോസിസ് ഉള്ള രോഗികളിൽ വരുന്നതാണ്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, അതുപോലെ തന്നെ അയൺ ഓവർലോഡ് സ്റ്റേറ്റ്, ഹീമോക്രോമറ്റോസിസ്, ചില കഞ്ചിനീറ്റൽ ജന്മന ഉള്ള ചില എൻസൈം ഡെഫിഷ്യൻസികൾ, ടൈറോസിനീമിയ, ഇതുപോലുള്ള കണ്ടീഷൻസിലും നമുക്ക് വിൽസൺസ് ഡിസീസ് ഇതുപോലുള്ളതിലും നമുക്ക് ഈ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ കാണപ്പെടുന്നതാണ്.